ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. യൂണിറ്റ് 5 വഴിവിളക്ക് എന്ന യൂണിറ്റിലെ സ്നേഹം എന്ന പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ലോകമാകുന്ന തറവാട്ടിൽ ചെടികളും പുല്ലുകളും പുഴുക്കളും എല്ലാം കൂടിച്ചേർന്ന് പുഴകളും നദികളും ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ചെറുത് തൊട്ട് വലുതിയോ വരെ എല്ലാ ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ തറവാട് എന്ന് പറയുന്നത്. ആ തറവാട്ടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും എന്നാണ് ഇവിടെ ലോകമേ തറവാടെന്ന ഇതിലൂടെ നമ്മളോട് പറയുന്നത്. അതിൽ സ്നേഹം എന്ന ഗഡിങ്ങിൽ തന്നിരിക്കുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കിളിമാനൂർ രമാകാന്തനാണ് ഈ കവിത എഴുതിയത്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട അർത്ഥം: നഭസ് ആകാശം, ഭജസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം. ഇനി ഈ പാഠത്തിലെ ഉത്തരം കണ്ടെത്താം. നമുക്ക് കണ്ടുപിടിക്കാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? മിഴികളിൽ ചുണ്ടു ചേർത്ത അമ്മയും കവിത ചൊല്ലിക്കൊടുത്ത അച്ഛനും വഴിയൊരുക്കുവാൻ ഗുരുനാഥനും വന്നാണ് കുട്ടിയെ വളർത്തിയത്. സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ: പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളാണ് കുട്ടി സ്നേഹിച്ചത്? മണ്ണ്, ആകാശം, മുക്തരാഗം, സുപ്രഭാതം, സന്ധ്യ, സൂര്യൻ, ഇന്ദ്രധനസ്, കാർമേഘം, രാത്രി, പകൽ തുടങ്ങി പ്രകൃതിയിലെ എല്ലാ അനുഭവങ്ങളെയുമാണ് കുട്ടി സ്നേഹിച്ചത്. അടുത്തത് മൂന്നാമത്തെ: നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത്? ചുവട് താങ്ങി തുണച്ചോരി മണ്ണിനെ. ഈ വരിയാണ് ഭൂമിയാണ് നടക്കാൻ പഠിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത് നാലാമത്തേത്: സ്നേഹം എന്ന കവിത എഴുതിയത് ആര്? കിളിമാനൂർ രമാകാന്തൻ. ഇനി ഈ സ്നേഹം എന്ന പദ്യത്തിൽ എഴുതി പഠിക്കേണ്ട വാക്കുകളാണ്, പ്രധാനപ്പെട്ട വാക്കുകളാണ്. അക്ഷരങ്ങൾ മാറ്റിയും വേറെ അക്ഷരങ്ങൾ ചേർത്തുമൊക്കെ നമ്മൾ എഴുതാൻ പഠിക്കണം. അതുകൊണ്ട് അങ്ങനെ പരീക്ഷയ്ക്ക് ഇപ്പം പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എഴുതി പഠിക്കേണ്ട വാക്കുകൾ: നഭസ്, മുക്തരാഗം, സുപ്രഭാതം, ഹൃദയരാഗം, സന്ധ്യ, സൗവർണ സൂര്യൻ, ഇന്ദ്രധനുസ്, കാർമേഘം, നിശബ്ദരാത്രി, അഴൽ. അതോടൊപ്പം തന്നെ സ്നേഹമെന്ന കവിത നന്നായിട്ട് 5 പ്രാവശ്യം വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ പുതിയ ഈണം കണ്ടെത്തി കവിത ടീച്ചറിന് ചൊല്ലുന്നത് വീഡിയോ ഇട്ട് തരികയും വേണം. ഓക്കെ, താങ്ക് യു.